അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മീൻ കറിൻ്റെ രുചിയിൽ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി മാത്രം ഉണ്ടായാലും നമുക്ക് നല്ലപോലെ ചോറ് തിന്നാൻ പറ്റും. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാകുമ്പോൾ കറി നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ആദ്യം നമുക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 5 വെണ്ടക്ക കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടക്ക ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വഴുവഴുപ്പ് ഉണ്ടാവില്ല. വെണ്ടയ്ക്ക ഇന്ന് ഇതുപോലെ വാടിക്കിട്ടിയാൽ മതി, നന്ന ഫ്രൈ ആകണ്ട. ഇതൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ ഓയിൽ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ഇഞ്ച് ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ ചെയ്തെടുക്കാം. ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇതിൽ മസാലകൾ ചേർക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുളക് പൊടിൻ്റെയും മഞ്ഞൾമുളക് പൊടിൻ്റെ ഒക്കെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിം വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം കുടംപുളി 2ആയി കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് വയ്ക്കാം. ഇത് കടായി നല്ലപോലെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുകും 1/4 ടീസ്പൂണ് ഉലുവയും ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ തുറന്നിട്ട് ഉപയോഗിക്കാം. ഇനി ഇത് തുറന്നിട്ട് ഇതിന് ഇട്ട കുടംപുളി മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ വെച്ചാൽ പുളി കൂടാൻ സാധ്യതയുണ്ട്. നമ്മളെ കിഡിലെ മീൻകറിൻ്റെ രുചിയുള്ള വെണ്ടക്ക കറി റെഡിയായി. ഇത് ദോശൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.